ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയ്ക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കോളിഫ്ലവർ കൊണ്ട് നമ്മൾ പലതും ഉണ്ടാക്കാറുണ്ട്. കോളിഫ്ലവർ ഗോബി മഞ്ചൂറിയൻ, ഗോബി 65, ഗോബി മസാല, അങ്ങനെ പലതും ഉണ്ടാക്കാറുണ്ട്. പിന്നെ ചപ്പാത്തിയുടെ ഉള്ളിൽ നമ്മൾ ഗോബി മസാല ഉണ്ടാക്കി വെച്ചിട്ട് ഗോബി പറാട്ട ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കോളിഫ്ലവർ കൊണ്ട് അങ്ങനെ പല വിഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉച്ചയ്ക്ക് ഊണിന് വേണ്ടിയിട്ടൊരു തോരനാണ്. അപ്പോൾ ഈ കോളിഫ്ലവറിനും ക്യാബേജിനും ഒക്കെ ഒരു പ്രത്യേക വാസനയുണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടി പല ഇൻഗ്രീഡിയൻസും ഞാനതിൽ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കോളിഫ്ലവർ തോരൻ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനവും ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചില സാധനങ്ങൾ കൂടി വേണം, അത് വറവിനുള്ള സാധനങ്ങളാണ്. വെളിച്ചെണ്ണ, കടുക്, ഉഴുന്നുപരിപ്പ്, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഞാൻ കോളിഫ്ലവർ ചൂടുള്ള വെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഊറ്റിയെടുത്തിട്ട് നമുക്കൊന്ന് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. വലിയ കഷ്ണമായിട്ട് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചെറിയ പൊടി പൊടിയാക്കി എടുക്കണം എങ്ങനെയായാലും. പിന്നെ അതിന് വേണ്ട തേങ്ങയാണ്. കുറച്ച് തേങ്ങ, മുളക് പൊടി, വെളുത്തുള്ളി വേണ്ടവർക്ക് വെളുത്തുള്ളി ഇടാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് ജീരകം. ഇത് ചതച്ച് വെക്കണം. പിന്നെ ഒരു ചെറിയ സവോളയുടെ പകുതി എടുത്തിട്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ആദ്യം കോളിഫ്ലവർ ഒന്ന് ചോപ്പ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ കോളിഫ്ലവർ ചോപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട്, ഉള്ളിയും ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വറവിൻ്റെ സാധനങ്ങളും എണ്ണയെ വേണ്ടു. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്ത് എണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഈ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉഴുന്നുപരിപ്പും കുറച്ച് കടുകും ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. അതത്ര ഫ്രഷ് കരിവേപ്പില അല്ല. ഇനി നമുക്ക് സവോള ഒന്ന് വഴറ്റാം. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതോ ഗ്രീൻ പീസ് ഫ്രഷ് പീസ് വല്ലതും അല്ലെങ്കിൽ ഫ്രോസൺ പീസ് ഗ്രീൻ പീസ് കിട്ടുന്നുണ്ടെങ്കിൽ അതും ഒക്കെ ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. ഇതൊക്കെ ഇതേ വേവിൽ തന്നെ നമുക്ക് ഒരുമിച്ച് വെന്ത് കിട്ടും. ഞാനിപ്പോൾ ഇത് കോളിഫ്ലവർ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. എല്ലാം കൂടി ഇടുമ്പോൾ കുറേ തോരനുണ്ടാവും. നമുക്ക് 2 പേർക്ക് അത്രേ വേണ്ടൂ. എല്ലാം കൂടി ഇട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറേ തോരനാവില്ലേ. ഞാൻ വിചാരിച്ചൊന്ന് കോളിഫ്ലവർ മാത്രം മതിയെന്ന്. ഈ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി, ബ്രൗൺ ഒന്നും ആവണ്ട. സവോള ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചതാണ്. ഗ്രേറ്റ് ചെയ്താലും മതി കേട്ടോ. വലിയ വലിയ കഷ്ണമായിട്ട് നമ്മൾ കഴുകി മഞ്ഞളും ഉപ്പുള്ള വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇതിന് പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ വെള്ളമൊന്നും വേണ്ടത്. തീയൊന്ന് സിമ്മിലാക്കി വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചാൽ മതി. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് പൊടിയാക്കിയത് കൊണ്ട് അത്ര പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കോളിഫ്ലവറൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കണ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കോളിഫ്ലവറിൻ്റെ ഒരു കുത്തലുണ്ടല്ലോ, ക്യാബേജിനൊക്കെ ഉള്ള പോലെ, അത് പോകാനാണ് നമ്മൾ
ജീരകവും ഉള്ളി അങ്ങനത്തെ ഒക്കെ നമ്മൾ ഇതിൽ കൂടെ മിക്സ് ചെയ്തത്. ചതയ്ക്കുമ്പോൾ തേങ്ങയുടെ കൂടെ അതൊക്കെ മിക്സ് ചെയ്താൽ ഇഞ്ചിയൊക്കെ മിക്സ് ചെയ്തില്ല. അപ്പോൾ അത് കാരണം ആ കോളിഫ്ലവറിൻ്റെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലുണ്ടല്ലോ അതുണ്ടാവില്ല. അപ്പോൾ ഇത് നല്ല തോരനായിട്ടുണ്ട്. ഇത് നമുക്ക് തേങ്ങയും കൂടി ഒന്ന് ചൂടാവണം. അതിന് ഒന്നിങ്ങനെ പൊത്തി വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കുക. 2 മിനിറ്റും കൂടെ മൂടി വെച്ച് കൊടുത്താൽ മതി. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല വാസനയാണ് വരണത് തോരൻ്റെ. നമ്മുടെ അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. കോളിഫ്ലവറിൻ്റെ തോരൻ എല്ലാവരും കണ്ടുല്ലോ അല്ലേ? നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റ് വേണം അത് കഴിക്കാനായിട്ട്. കോളിഫ്ലവർ ആണെന്ന് പറയും കൂടി ഇല്ല, അത് അങ്ങനെ അത്രയും ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാൻ. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ മാത്രമല്ല അതിൽ കൂടെ ചേർത്തുള്ള സാധനങ്ങളുടെയും കൂടിയും പ്രത്യേകത കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ എന്നോട് അറിയിക്കുക. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.